ഈ കാലത്തിന് അതിജീവിച്ചിട്ട് ഇപ്പൊ പറയാൻ പാടില്ല എന്നറിയില്ല, ഹാപ്പി ബർത്ത്ഡേ, തലയെ ഞങ്ങള് നശിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ആരാധിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ഡയലോഗായാലും ഒരുപാട് ഡയലോഗുകൾ പിന്നെ ട്രോളുകളിലും ആളുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ ആയിട്ട് മാറിപ്പോയി. ഇതിന് ഒരു കാലാതീതമായിട്ടുള്ള അവസ്ഥയുണ്ട്. മീൻസ് ടൈം ട്രാവൽ ചെയ്ത് ഡയലോഗുകൾ പോകുന്ന സെറ്റിൽ ഇത് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിരുന്നു സാറിന്? അല്ല, അത് സംഭവിക്കുന്നതാണ്. നമ്മളിത് 10 കൊല്ലം 18 കൊല്ലം കഴിയുമ്പോൾ ഇത് പറയുമെന്ന, അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് ട്രോള് വരുമെന്ന ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ചില കാര്യങ്ങൾ ഈ നമ്മളത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വന്ന് ഭവിക്കുകയാണ്. അത് പിന്നീട് അത് ചിലത് ഏറ്റെടുക്കും, ചിലത് ഏറ്റെടുക്കാതെ പോകുന്നതുകൊണ്ട്. അത് ചില കാര്യങ്ങൾ അങ്ങനെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. നമ്മൾ ഇത് 2 വർഷം കഴിയുമ്പോൾ ഇത് ട്രോള് വരും, അല്ലെങ്കിൽ ഇത് ആൾക്കാരെ ഏറ്റു പറയും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല എഴുതുമ്പോൾ. അത് സംഭവിക്കുന്നതാണ്. ഇപ്പം ജൂനിയർ മാൻഡ്രേക്കിൽ ആ തല വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്തോരം ട്രോളാവുന്നേക്കും. അത് എഴുതിയപ്പോൾ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല ഇത് ഇങ്ങനെ വരുമെന്ന്. അതുപോലെ പല സാധനങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തന്നെ ഒരുപാട് ഈ ട്രോളുകളിൽ ഇങ്ങനെ ചില മീംസുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കല്യാണരാമൻ അല്ലെങ്കിൽ ചോട്ടാ മുംബൈ, മാൻഡ്രേക്ക്, നമ്മൾ ചിരിച്ചിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ലൊക്കേഷൻ ഒരു വൈദികൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഞാൻ കല്യാണരാമൻ്റെ CD ഇട്ടാണ് കാണുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ ഘനമുള്ള സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് വികാരഭരിതമായ നിമിഷങ്ങളുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ലോഹിദാസിനെ റേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ MT റേറ്റ് ചെയ്യുന്ന പോലെ, അവരെല്ലാം ലെജൻസ് ആണ്. അവർ റേറ്റ് ചെയ്യുന്ന പോലെ തമാശ എഴുതുന്ന ആളുകൾക്ക് ആ വിധത്തിലൊരു ബഹുമാനം, ആ വിധത്തിലൊരു സ്ഥാനം കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മെൻഷനും കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വട്ടം ഒരു സീരിയസ് നാടകം എഴുതിയപ്പോൾ ഇതല്ല പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാടകം തൊട്ടേ ട്രാക്ക് മാറ്റിയ ആളാണ്. ഈ ആ രീതിയിലൊരു അർഹതപ്പെട്ട ഒരു ബഹുമാനം ഉണ്ടല്ലോ, സ്ഥാനം, അത് അലട്ടിയിട്ടുണ്ടോ? അത് അലട്ടിയിട്ടില്ല. അത് അങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം വെച്ചാലേ നമ്മൾ നർമ്മങ്ങൾ അധികം എഴുതുന്ന, എന്റർടൈൻമെന്റ് എഴുതുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കണ്ടാസ്വദിച്ച് അങ്ങ് പോവും പ്രേക്ഷകർ. പക്ഷെ അതിനിഷ്ടപ്പെടുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരും നമ്മൾ ഇഷ്ടപ്പെടുന്നവരും നമ്മൾ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. ഇഷ്ടപ്പെടാത്തവരെന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും, ഒരു സീരിയസ് ആയിട്ടൊന്നുമല്ലേ ഈ സ്ഥിരം കോമഡി പരിപാടി. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഈ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ശതമാനമുണ്ട്, ഇഷ്ടപ്പെടാതെ നമ്മൾ ചിരിച്ച് ഒന്ന് ആസ്വദിക്കാനാ തന്നെ എന്ന് പറയുന്നവരുണ്ട്. കളക്ഷൻ ബേസിൽ എന്ന് പറഞ്ഞാൽ റിസ്ക് കുറവ്, ഈ ഫണ്ണും പരിപാടിയും വരുമ്പോൾ റിസ്ക് കുറവാണ്. അപ്പോൾ പ്രൊഡ്യൂസർമാർ ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും ഒരു കോമഡി പടം എഴുതി കഴിഞ്ഞാൽ അടുത്ത പ്രൊഡ്യൂസർ കോമഡി എഴുതാനേ വരുള്ളൂ നമ്മുടെ അടുത്ത്. നമ്മൾ പക്ക സീരിയസ് ചെയ്താന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്ക് മേരിക്കുണ്ടൊരു കുഞ്ഞാട്, അല്ലെങ്കിൽ കല്യാണരാമൻ, അല്ലെങ്കിൽ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞാൽ വരുള്ളൂ. ഇത് ആദ്യകാലത്ത് പിന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടവും, എനിക്കൊരു എൻ്റർടൈനർ, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റർടൈനർ, ഓവർ സിനിമാറ്റിക് ആകാതെ വിശ്വസനീയമായ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന, മണ്ണിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുള്ള, നന്മകളുള്ള, മനുഷ്യൻ്റെ എവിടെയെങ്കിലൊക്കെ ഒരു നന്മ സ്പർശിക്കുന്ന, പിന്നീട് ചിന്തിക്കുമ്പോൾ പിന്നീട് കാണുമ്പോഴും ഒക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും സന്ദർഭങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കണം അങ്ങനത്തെ ഒരു കഥ. അപ്പം എന്നെ അങ്ങനത്തെ ഒരു കഥ ഫീൽ ചെയ്ത് തുടങ്ങിയാലേ ആ കഥ ഞാൻ എഴുതുള്ളൂ. ഓക്കെ, ഞാൻ പാതി വഴിക്ക് അങ്ങനെ വിട്ടുകളയുന്ന കുറേ കഥകളുണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാതെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ നർമ്മങ്ങൾ, പിന്നെ എൻ്റെ ബേസിക് ഒരു ക്യാരക്ടറും വരും എൻ്റെ അകത്ത്. കാരണം ഞാനിപ്പോൾ കൂട്ടുകാരുടെ ഇടയിലായാലും വീട്ടിലായാലും ഞാൻ പുറമേ ഭയങ്കര സീരിയസ് ആളാണെന്നാണ് വിചാരമെങ്കിലും ഞാൻ നല്ല തമാശയൊക്കെ പറയും. എൻ്റെ മനസ്സിൽ എന്ത് പറഞ്ഞാലും, വീട്ടിൽ എന്ത് പറഞ്ഞാലും എനിക്ക് കൗണ്ടർ എന്തെങ്കിലും വരുമ്പോയാൽ അത് ചിലപ്പോൾ ശരിക്കും ചില നേരത്തെ അറിയാതെ ഹർട്ട് ചെയ്യേണ്ടിയും വരും, ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞോളത്. അപ്പോൾ ആ ഒരു സ്വഭാവം കൂട്ടുകാരുടെ വീട്ടിലും ഉണ്ട്. ഈ മറ്റൊരു സ്വഭാവം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് ക്ലബ്ബിൽ ഒരു നാടകം കളിക്കാൻ വേണ്ടി വന്നപ്പോൾ, അതുവരെയും ഈ മത്സര നാടകങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു ബെല്ലാണല്ലോ ഇവിടെ. സാർ നാടകം കളിക്കാൻ വേണ്ടി ഫസ്റ്റ് എഴുതിയ നാടകം ചെയ്യുമ്പോൾ മറ്റേ മീൻകരയുടെ മറ്റേ പൂവൻ, അതല്ലേ? അതെ അതെ അതെ. അത് അന്ന് ഞാനിങ്ങനെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളാണ്. അത് അന്ന് പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ബെല്ല് കൊടുക്കും. ബെല്ല് കൊടുത്തിട്ട് അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ആണ്. ഭയങ്കര സീരിയസ് പരിപാടിയാണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ചിലവര് ഈ സ്കൂൾ ബെല്ല് പോലത്തെ ആക്കി എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് ഇങ്ങനെ നാടകം അനൗൺസ് ചെയ്യും. ഈ KPSCയുടെയും സൂര്യസ്വാമിയുടെ അതുപോലെ വലിയ വലിയ ട്രൂപ്പുകൾ അങ്ങനെയായിരുന്നു തുടക്കം തന്നെ ബെല്ല് കൊടുത്തിട്ട് ഈ വഴിയിലേക്ക് വരുന്ന എല്ലാ ലൈറ്റുകളും അണക്കണം, മറ്റാണ് മറിച്ചാന്ന് പറയും. അപ്പൊ ഞാനൊരു കോമഡി നാടകം എഴുതിയപ്പോഴേക്കും
ഈ മീൻകാര് വിൽപ്പനക്ക് പോകുമ്പോ ഇങ്ങനെ ഒരു അടിക്കുമല്ലോ, പോവാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ആ ഒരു പ്രത്യേക എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ അടിപ്പിച്ച ആദ്യം എന്നിട്ട് പറഞ്ഞു അടുത്ത പോവാന് നാടകം ആരംഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റിൽ തന്നെ കോമഡി പിടിച്ച്. അപ്പോൾ ഈ പഞ്ചായത്തിലെ ലൈറ്റുകൾ മുഴുവൻ അടിച്ചു തന്നെ, നിങ്ങൾക്ക് നാടകം ഇഷ്ടപ്പെടാതെ വന്നാൽ ഞങ്ങൾ പിൻവശത്ത് കൂടി ഓടി രക്ഷപ്പെട്ടോളാം, ജീവൻ പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയാണ്. മനസ്സിലല്ലേ? അതിലാണ് ഈ ടാറ്റ എന്ന് പറയുന്ന സാധനമൊക്കെ ആ കോമഡി നാടകത്തിലുണ്ടായത്. ഈ പോലീസ് ജീപ്പിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ നീ എനിക്ക് ടാറ്റ അറിയുള്ള എന്ന ഡയലോഗൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ്. അതൊരു അരമണിക്കൂർ ഈ ക്ലബിന് വേണ്ടി എഴുതി കുറച്ച് കളിച്ചാണ്. അത് കണ്ടിട്ടാണ് എന്നെ പ്രൊഫഷണൽ നാടകം എഴുതാൻ വേണ്ടിയിട്ട് ഈ ഞാറൊക്കെ ജയിക്കപ്പെട്ടം വന്ന് എഴുതി തരും ഒരു ആയപ്പിതിന് വേണ്ടി എന്ന് ചോദിക്കുന്നത്. ഈ കോമഡി ബേസിലാണ് ഞാൻ ആദ്യമേ അറിയപ്പെടുന്നത്. അപ്പൊ നാടകം എഴുതുമ്പോഴും കോമഡി പ്രതീക്ഷിച്ചാണ്. അപ്പൊ എനിക്കിങ്ങനെ കോമഡി എഴുതാനായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ എഴുതുമ്പോൾ അങ്ങനെ ഹ്യൂമർ വരാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ പോയി. പിന്നെ എത്ര സീരിയസ് എന്ന് പറയാനായിട്ട് ഞാൻ എഴുതിയേക്കണില്ല. ഏതാണ് ഇപ്പോൾ വാഴുന്നവരൊക്കെ വേണമെങ്കിൽ ഇത്തിരി ആക്ഷൻ മൂടും, എന്നാലും അതിൻ്റെ അകത്ത് ജഗതി ചേട്ടൻ്റെ ഒക്കെ നല്ല ഹ്യൂമർ ഉണ്ട്. അപ്പൊ എന്ത് സീരിയസ് മാറ്റർ ആയാലും ഞാൻ പറഞ്ഞു വരുമ്പോ എഴുതി വരുമ്പോ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് സാധ്യത ഉണ്ടെങ്കിൽ ഹ്യൂമർ കയറും. ചില ജീവിതത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മള് എന്ന് പറഞ്ഞാല് എവിടെയും ഏത് സദസ്സിലും ഈ ഹ്യൂമർ ഉള്ളത് കൊണ്ട് നമ്മുടെ സിനിമകൾ കണ്ടും നമ്മുടെ നാടകങ്ങൾ കണ്ടും ചിരിച്ചിട്ടുള്ള പ്രേക്ഷകര് ആ രീതിയിലാണ് നമ്മളെ കാണുമ്പോഴും സമീപിക്കുന്നത്, സംസാരിക്കും. ഒരു സീരിയസ് പരിവേഷം നമുക്ക് തരണ്ട, അത് വേണ്ട, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവരില്ല ഒരാളായി ഒരു കൂട്ടുകാരനായിട്ടൊക്കെ കാണുന്നതിന് നമുക്ക് ഇഷ്ടമാവും. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അത് കുറച്ച് റിസ്ക് അല്ലേ എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സ്പെസിഫിക് സീൻ വരുമ്പോൾ, അതായത് ഒരു കാലത്ത് നമ്മുടെ കേരളത്തില് ഷക്കീല ബി ഗ്രേഡ് സിനിമകൾ ഉണ്ടാക്കിയ ഒരു ഓളം നമുക്കറിയാം. അതിന് ഉണ്ടായ ഒരു ഫാൻ ഫോളോയിങ്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അതിനൊരു പ്രസിദ്ധി ഉണ്ടായത്, ആളുകളിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്കറിയാം. മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഒരു ഷക്കീല ആരാധകനാക്കി പ്രസന്റ് ചെയ്യാം, അത് കുറച്ച് റിസ്ക് അല്ലേ ശരിക്കും? മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഈ തല എന്ന് പറയുന്ന കഥ അവിടെ മോഹൻലാലിനെ അല്ല കണ്ടത്. അവിടെ എന്ന് പറഞ്ഞാല് ക്യാരക്ടർ എന്ന് പറഞ്ഞാല് മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഇമേജ് മാറ്റി നിർത്തിയിട്ട് ആ ക്യാരക്ടർ ചിന്തിച്ചു കഴിഞ്ഞാല് ആ ക്യാരക്ടർ ചിലപ്പോ ഫാനാകാം, സിദ്ദിഖ് ഫാനാകാം, ഈ പടക്കം ബഷീർ ഫാനാകാം. അവരുടെ ഒരു കൾച്ചറും ആ സ്വഭാവത്തിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. അവിടെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ അത് നെഗറ്റീവ് അടിക്കും. ഈ ഐഡിയ എവിടെ കിട്ടുന്ന അങ്ങനെ ഒരു അത് ആദ്യം കിട്ടുന്നത് ഷൂട്ടിങ്ങിന് വരുമ്പോ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അവിടെ ഉണ്ടല്ലോ, കൊച്ചിയിലുണ്ട്. ഇപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഉണ്ട്. ഞങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അവിടെയുള്ള മട്ടാഞ്ചേരിയിലുള്ള കുറച്ച് പിള്ളേര് വന്നിട്ട് നമ്മൾ ലൊക്കേഷൻ മാനേജരാക്കി. അപ്പൊ ഇവര് ചെന്നിട്ട് ലൊക്കേഷനൊക്കെ ശരിയാക്കി തരും. അവിടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അല്ലാണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവിടെയുള്ളവരൊക്കെ വന്ന് ലോക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവരെ തന്നെ ഞങ്ങള് പ്രൊഡക്ഷന്റെ അവിടുത്തെ ലൊക്കേഷൻ മാനേജരാക്കി അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ ഇവര് നോക്കിക്കോളെല്ലാം. അപ്പൊ അങ്ങനെ ഷൂട്ടിങ്ങിന് ഇങ്ങനെ സപ്പോർട്ട് വേണം. അപ്പൊ ഒരു ഷൂട്ടിംഗ് സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് ഇതുപോലെ തന്നെ ഇവർക്കൊരു കൊട്ടേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഒരു ഷൂട്ടിങ് വരുന്നു, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ പിന്നെ ഈ സിനിമ നടന്മാരുടെ വന്ന് ഫോട്ടോ എടുക്കലൊക്കെ നമ്മൾ ചോട്ടാ ബോംബെയിൽ അനുഭവിച്ചാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ചോട്ടാ ബോംബെ റീൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പലരും വന്ന് ഫോട്ടോ എടുക്കലും ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു, അപ്പൊ നിന്ന് കൊടുക്കും. പക്ഷെ നമ്മൾ അതിന്റെ എക്സാഗ്രേഷനാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചത്. അവിടെ അവര് ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ട് ഫോട്ടോ എടുക്കലോ മറ്റേ പടക്കം ബഷീർ ചെയ്തോലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതൊക്കെ അതിന്റെ മറ്റൊരു വേർഷനായിട്ടാണ് നമ്മൾ. അപ്പൊ പിന്നെ ഏത് ഷൂട്ടിങ് കൊണ്ടുതന്നെ ഇപ്പൊ നമ്മൾ ഒരു പ്രധാനപ്പെട്ട നടന്റെ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഫൺ എന്ത് കൊണ്ടുവരും എന്ന് ചിന്തിച്ച് അങ്ങനെ ഷൂട്ടിങ്ങിന് കൊണ്ടുവരുമ്പോ ഫണ്ണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഷക്കീലയുടെ പടം ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു ഹ്യൂമർ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടറെ കൊണ്ടുവന്ന് ആ നാടകത്തിലുള്ളതാണ്, അത് എന്റെ നാടകത്തിലുണ്ടായിരുന്ന ആളാണ് നമസ്കാരം. അപ്പൊ ഇങ്ങനെ വെട്ടിക്കളയത് എന്താ വെട്ടിക്കളയത് ഷോട്ടാ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ബേസ് കിട്ടുമ്പോ അതിൻ്റെ അകത്ത് നമുക്ക് ഫണ്ണ് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ വേറൊരു സീരിയസ് കഥാപാത്രത്തിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത്രയും കിട്ടില്ല. അവിടെ ഒരു എന്തെങ്കിലും ആക്ഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ. ഇതല്ല, നമുക്ക് ഫണ്ണാണ് വേണ്ടത്. അന്നെന്ന് പറഞ്ഞാൽ ഷക്കീല തരംഗം ഉള്ളത് കൊണ്ട് ഷക്കീലിനെ കുടുംബ പ്രേക്ഷകർ കണ്ടിട്ടില്ല. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ പോയി കാണാൻ പറ്റില്ല എന്തായാലും.
അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് ഒന്ന് കാണാനും പറ്റും, അവരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പറ്റും. അവർ അവരുടേതായ ജോലി ചെയ്യുന്നു, അത്തരം പടങ്ങൾ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതെ അപ്പോൾ അവര് നല്ല വൃത്തിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചല്ല നമ്മുടെ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഫണ്ട് കിട്ടും. ജഗതി ചേട്ടനൊക്കെ അപ്പം തന്നെ വെറുതെ സമയം കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് പോകുന്നു ഇവരുടെ. അപ്പോൾ ഹ്യൂമറിന് വേണ്ടിയിട്ട് ഏത് ബേസ് പിടിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതൊക്കെ വന്നത്. അല്ലാതെ ഷക്കീലനെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്നൊരു പബ്ലിസിറ്റി ആക്കാന്നുള്ള ചിന്തയല്ല അത്.